ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് പാറ്റ കൊണ്ടും പല്ലി കൊണ്ടുമുള്ള രൂക്ഷ ശല്യം നിങ്ങൾക്കുണ്ടോ? പ്രത്യേകിച്ച് കിച്ചണിൻ്റെ സൈഡിൽ രാത്രിയാക്കുമ്പോൾ. അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ നമുക്കതിനെ ഓടിച്ചെടുക്കാനുള്ളൊരു ടിപ്പാണ് കേട്ടോ അത്. അപ്പോൾ ഇത് തീർച്ചയായും എലിക്കും ഇത് ഫലപ്രദമാണ്. അപ്പോൾ നമുക്കിതെങ്ങനെ ചെയ്തെടുക്കാമെന്ന് കാണിച്ചു തരാം. അതിനായി ഞാൻ കുറച്ച് വെളുത്തുള്ളിയും കഷ്ണം ഇഞ്ചിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് തൊലി പോക്കണമെന്നില്ല കേട്ടോ, തൊലി പോക്കാതെ തന്നെ നമുക്ക് ജസ്റ്റ് കട്ട് ചെയ്തെടുക്കാനേ ഉള്ളൂ. അപ്പോൾ ഞാനിത് കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വേണ്ടത് കുറച്ച് കല്ലുപ്പാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ കുറച്ച് കല്ലുപ്പ് ഇതിലിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് നമ്മുടെ അമൃതാഞ്ജന, വിക്സ്, അതുപോലെയുള്ള ഏതെങ്കിലും ഒരു ബാം കേട്ടോ. കുറച്ച് സ്ട്രോങ് ബാം ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ. ഇതിപ്പോൾ ഞാൻ കയ്യിലില്ലാത്തതുകൊണ്ടാണ് ഞാൻ വിക്സ് എടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ അമൃതാഞ്ജന, ടൈഗർ ബാം ഏതുണ്ടെങ്കിലും നമുക്ക് എടുക്കാം കേട്ടോ. സ്ട്രോങ് ഉള്ളതാണ് ഏറ്റവും നല്ലത്. അതാകുമ്പോൾ കൂടുതൽ എഫക്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതിന് കുറച്ച് ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് നല്ല ചൂടുള്ള തിളച്ച വെള്ളമാണ് കേട്ടോ. തിളച്ച വെള്ളമാണ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ചൂടുള്ള വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ല ആവി വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും. എങ്കിൽ നമ്മുടെ ഈ ഒരു ഫിക്സിൻ്റെ ഈ ഇതൊക്കെ ഒന്ന് നന്നായി ഒന്ന് അലിഞ്ഞ് കിട്ടണമെങ്കിൽ നമുക്ക് എന്തായാലും ചൂടുവെള്ളം തന്നെ വേണം. അപ്പോൾ കണ്ട നന്നായി ഒന്ന് അലിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് നേരം നമുക്കൊന്ന് തണുപ്പിക്കാൻ വെക്കട്ടോ. അതിപ്പോൾ നല്ല ചൂടുണ്ട്. ഈ ചൂട് തന്നെ ഇതിലൊന്ന് കെടുക്കട്ടെ. അത് നന്നായി ഇതിലൊന്ന് ഡൈല്യൂട്ടായി നന്നായി ഒന്ന് മിക്സ് ആവട്ടെ. ഇത് മിക്സ് ആയതിനു ശേഷം നമുക്ക് ഈ ഒരു സംഭവം നമുക്ക് ഉപയോഗിക്കട്ടോ. ഈ ഒരു ലെവലിപ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. നമ്മൾ പ്രത്യേകിച്ച് ആവി കൊള്ളാനൊക്കെ ഉള്ള ആ ഒരു തരം സ്മെല്ലുണ്ടല്ലോ, ആ ഒരു സ്മെല്ലാണ് നമുക്ക് വരുന്നുണ്ട്. പക്ഷേ ഇത് നമ്മുടെ പല്ലിക്ക് അതുപോലെ തന്നെ പാറ്റക്കൊക്കെ ഭയങ്കര ഒരു അലർജി ഉള്ളൊരു സംഭവമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഏകദേശം ഉപ്പൊക്കെ നന്നായി ഒന്ന് അലിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. ഇനി കുറച്ചുകൂടി നമുക്കൊന്ന് തണുപ്പിക്കാൻ വെക്കാം. ഇപ്പോൾ ഏകദേശം തണുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഞാൻ സ്പൂൺ വെച്ചിട്ട് ഇതൊക്കെ ഒന്ന് ഞാൻ മാറ്റിയെടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമുക്ക് അരിച്ചെടുത്താലും മതി കേട്ടോ. അരിച്ചിട്ട് നന്നായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി അതിൻ്റെ ആ ഒരു എസൻസൊക്കെ അതിലേക്ക് അടങ്ങും. ഇതുപോലെ ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട്. ഒന്നുകിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്തിട്ട് ഈ ഒരു വെള്ളം നിങ്ങൾക്ക് സ്പ്രേ ബോട്ടിലാക്കി സ്പ്രേ ചെയ്യാം, ഗ്യാസിൻ്റെ സൈഡിലും ഗ്യാസിൻ്റെ അടിയിലേക്ക്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഒരു ചെറിയൊരു തുണിയുടെ ഒരു പീസ്, നല്ലൊരു കോട്ടൻ്റെ ഒരു പീസ് എടുത്ത് ഇതുപോലെ ഒന്ന് മടക്കി വെച്ച് അതിലൊന്ന് ജസ്റ്റ് ഒന്ന് മുക്കി കൊടുക്കുക. ഇതുപോലെ ഇപ്പോൾ തുണിയുടെ പീസ് എടുക്കുകയാണെങ്കിൽ നമുക്കിതാ ഇതിൻ്റെ ഈ ചണ്ടി വേറെ വെക്കേണ്ട കാര്യമില്ല കേട്ടോ. ഇത് ജസ്റ്റ് ഇതിൽ തന്നെ നമുക്കിടാം. സ്പ്രേ ബോട്ടിലാക്കുകയാണെങ്കിൽ മാത്രം ഇതെടുത്തിട്ട് പുറത്തേക്ക് വെക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഇത് വെക്കുന്തോറും നമുക്ക് ഇതിൻ്റെ ആ ഒരു വീര്യം നമുക്ക് കൂടി കിട്ടുമല്ലോ. നന്നായി ഒന്ന് പിഴിഞ്ഞെടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ ഗ്യാസിൻ്റെ ഭാഗങ്ങളിലൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചു കൊടുക്കുക. അതിൻ്റെ അടിഭാഗത്തൊക്കെ ഒന്ന് തുടച്ചു കൊടുക്കുക. അല്ലെങ്കിൽ നമുക്ക് ഒരു ടിഷ്യൂലാക്കിയതിന് ശേഷം ജസ്റ്റ് ഇതുപോലെയൊക്കെ ഒന്ന് ഇതിൻ്റെ ഉള്ളിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു സ്മെല്ല് കൊണ്ട് നമുക്ക് തീർച്ചയായും പല്ലിയുടെയും പാറ്റയുടെ ഒക്കെ ആ ഒരു രൂക്ഷ ശല്യം നമുക്ക് ഒഴിവാക്കി കിട്ടും. അല്ലെങ്കിൽ നമുക്കിത് തുടച്ച് കൊടുക്കാം. കൂടുതലും നല്ലത് ഇതുപോലെ ചെറിയ ടിഷ്യൂകളൊക്കെ എടുത്തിട്ട് ഒരു 3-4 ടിഷ്യൂ എടുത്ത് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തതിന് ശേഷം ഓരോ ഭാഗത്ത് ഇതിന് മുക്കി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് നല്ല ഉപകാരപ്പെടും കേട്ടോ. ഈ ഒരു സ്മെല്ല് തീർച്ചയായും പല്ലിക്ക് പോലെ അലർജി ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അത് നല്ലൊരു ടിപ്പാണ്. തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കൂ.